നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ എന്ന സാരിയാണ്, വില കൂടിയ സാരിയുണ്ട്, നോർമൽ റേറ്റിൻ്റെ സാരിയുണ്ട്, മെജോറിറ്റി ഫങ്ഷൻ വേറെ സാരി കേട്ടോ. പിന്നെ ഇത് കേട്ടോ, ഈ കുർത്തി ഇസബെല്ല ഡൗൺ കുർത്തിയാണേ. ഇതിൻ്റെ 3-4 കളേഴ്സ് ഉണ്ട്. ചുമ്മാ ഇട്ടപ്പോൾ അങ്ങ് കാണിച്ചതേ ഉള്ളൂ. എനിക്കിതിൻ്റെ കളർ നമ്മളെപ്പോഴും കാണുന്ന കോമൺ കളറാണ്. എനിക്ക് കളർ എന്തോ ഒരു ഇഷ്ടം തോന്നി എടുത്തു. അപ്പോൾ നമുക്ക് സാരി കാണാം. ബനാറസി ബോർഡർ വരുന്ന സെമി സിൽക്ക് സാരി. ഞാൻ ഉടുത്തേക്കുന്ന ഈ സാരിയാണ്. ഇപ്പോൾ ഉടുത്തേക്കുന്നതിൻ്റെ ഫോട്ടോ സൈഡിൽ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ. സാരി ഈ ഉടുത്തിട്ട് എന്നാൽ പിന്നെ അത് വെച്ച് തന്നെ വീഡിയോ എടുത്തുകൂടെയെന്ന് ഒത്തിരി കമൻറ്റും മെസ്സേജസും ഒക്കെ വരുന്നുണ്ട്. ആ ചട്ടിക്ക് അത് കൊടുത്തോണ്ട് നിൽക്കാൻ അറിയത്തില്ല. എന്നാൽ പിന്നെ നിങ്ങളിവിടെ വല്ല തക്കട തരികടയൊക്കെ കാണേണ്ടി വരും. എനിക്ക് ഭയങ്കര പാടാട്ടോ. അതുകൊണ്ടാണ്. അല്ലെ പിന്നെ പ്ലീറ്റ്സൊക്കെ എടുത്തിട്ട് കുത്തി നല്ല ഇതൊക്കെ പറച്ചിൽ കേട്ടാത്തതും ഈ ലോകത്തുള്ള പെണ്ണുങ്ങൾ മുഴുവൻ സാരി എടുത്തോണ്ടല്ലേ നടക്കുന്നത്. വിദ്യക്ക് മാത്രം എന്നാ പ്രത്യേകത? നമുക്ക് എല്ലാം ഓരോ പ്രത്യേകതകളുണ്ടല്ലോ. എൻ്റെ പ്രത്യേകതപ്പെട്ടതാണ് ഇത്. എനിക്ക് എല്ലാം ഭയങ്കര സ്പീഡിൽ നടക്കും. അങ്ങനത്തെ പരിപാടിയൊക്കെ വേണം. എല്ലാം കംഫർട്ടായിരിക്കണം. അല്ലാതെ ശരീരത്തെ പീഡിപ്പിച്ച് കുറേ വേഷം കെട്ടുന്നതിനോട് എനിക്ക് പറ്റത്തില്ല. എനിക്ക് വീഡിയോ എടുക്കാൻ അറിയത്തില്ലാത്തതുകൊണ്ട് കേട്ടോ. അപ്പം ഹരണ്ട് പറയുന്ന കേട്ടു, സാരി എടുത്ത് കഴിയുമ്പോൾ ചെറിയ കൊച്ചു പെണ്ണിനെ പോലെ ഇരിക്കുന്നു. 4 വലിയ ഒത്തിരി പ്രായമുള്ള വേണമെന്നും അല്ലെന്നേ. നേരത്തെ കല്യാണം കഴിപ്പിച്ചോണ്ടാ. നിൽക്കുന്ന ചിരിക്കത്തില്ലേ? ചിരിക്കരുത്. ഓ, ഇതാണ് ആദ്യത്തെ സാരി കേട്ടോ. ക്രീമും അല്ലെങ്കിൽ ചിക്കു ഷെയ്ഡും ബ്ലൂവും, നല്ല ഡാർക്ക് ബ്ലൂവും ലൈറ്റ് ക്രീമും കൂടെ വന്നിട്ട് ബിലോ 1000 999 റേറ്റിലുള്ള നല്ല ബനാറസി സിൽക്ക്. ഇത് മുന്താണിയല്ല കേട്ടോ. തിരിച്ച് കാണിച്ചു തന്നു. അത് ബ്ലൗസാണ്. ഞാൻ കാണിച്ചത് ബ്ലൗസ് കാണിച്ചത് മാറിപ്പോയി. കണ്ടോ, ഇങ്ങനെ ഇരിക്കും. മുന്താണി വന്നിട്ട് ഇങ്ങനെ. ബ്ലൗസ് കാണിച്ചു തരാവേ. ഇത് വരും ബ്ലൗസ്. ഒരു ബ്രൊക്കേഡ് പ്രിന്റ് വരുന്ന ബ്ലൗസ്. കയ്യിൽ ബോർഡർ ഉണ്ട്. നല്ല സാരി കേട്ടോ. നമുക്ക് നല്ല ഫങ്ഷൻ വേറെ സാരി. ഭയങ്കര ഓവർ ഹെവി അല്ല, എന്നാലും അത്യാവശ്യം നല്ല ഫങ്ഷൻ വേറെ സാരി ആയിട്ടുള്ള സാരി. അതിൻ്റെ ബോർഡറിന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ബോഡിക്ക് വ്യത്യാസമില്ല. ബോർഡർ ഇത് വരുമ്പോൾ ക്രീം വരും. കണ്ടോ, മുന്താണി വരുന്നത് ഇങ്ങനെ. ബ്ലൗസ് വന്നിട്ട് അതുകൊണ്ട് ഇങ്ങനെ. ഇത് നല്ല സോഫ്റ്റ് ആട്ടോ. ബ്രൊക്കേഡ് ബ്ലൗസ് ഒരുമാതിരി ഭയങ്കര നിങ്ങൾക്ക് മനസ്സിലായോ? കട്ട് ചെയ്യുന്ന എന്തിനാണെന്നറിയോ? പ്രശ്നങ്ങളിലേക്ക് പോകാൻ കട്ട് ചെയ്യുന്ന. ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ഒരാൾ വന്നു ചെയ്യുന്നത് പറയും. അപ്പം നമ്മുടെ തലയിലാണല്ലോ എല്ലാ പ്രശ്നങ്ങളും ഇരിക്കുന്നത്. അപ്പോൾ ആ പ്രശ്നത്തിലോട്ട് പോകാൻ വേണ്ടി കട്ട് ചെയ്യും. എന്നിട്ട് പിന്നെ സ്വിച്ച് ഇട്ട പോലെ തിരിച്ച് നമ്മൾ ഇങ്ങനെ വരണം. അതാണ് ഓരോ മനുഷ്യൻ്റെ ലൈഫ് എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ എന്തെല്ലാം വേഷങ്ങൾ ആടണം അല്ലേ. സങ്കടം ഉള്ളപ്പോഴും ചിരിക്കണം, ചിരി ഉള്ളപ്പോഴും ചിരി മനസ്സിൽ വരുമ്പോഴും ചിരിക്കാതിരിക്കണം എന്നൊക്കെ അല്ലേ. ഞാൻ എന്നെ ഇങ്ങനെ പറയുന്നതെന്നറിയോ? ഇതേ മുന്താണി കേട്ടോ. കുറേ എന്നാ പറയുന്നത്, ബിസിനസ്സൊക്കെ ആകുമ്പോൾ ഒത്തിരി പ്രോബ്ലംസാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല. പുറമേ കാണുന്നവരവർക്കും ഹായ് പോയി. പിന്നെ ഏത് ജോലിക്കാണ് പ്രോബ്ലം ഇല്ലാത്ത? ഞാൻ നെഗറ്റീവ് പറയുകയില്ല കേട്ടോ. എനിക്ക് അങ്ങനെ പറയുന്നതും ഇഷ്ടമില്ല, പറയാനും ഇഷ്ടമില്ല, പറയുന്നവരെയും ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഈ ലൈഫ് ദൈവം തന്നിട്ടുള്ളതിനൊക്കെ നന്ദി പറഞ്ഞേച്ചാൽ മതി. അതിനെപ്പറ്റി മാത്രം ചിന്തിച്ചാൽ മതി. കണ്ണാടി എടുത്ത് വെക്ക്. കണ്ണാടി ഇല്ലെങ്കിൽ ഇതാ മൊഡാൾ സാരി, പ്യുവർ മൊഡാൾ. ആ സാരി തീർന്നേ. മറ്റേ സാരി ആ 999 സാരി തീർന്നു. മൊഡാളിൻ്റെ ഇടയ്ക്കൊന്ന് കണ്ണാടി നോക്കിക്കോട്ടെ. മൊഡാളിൻ്റെ ലാവണ്ടർ ഷെയ്ഡ് ഇതുണ്ട്. മുന്താണി വന്നിട്ട് ഇങ്ങനെ. ബ്ലൗസ് ഇതിന് ഇത് തന്നെയാണ്, സെൽഫ് തന്നെയാണ്, ഇങ്ങനെ തന്നെയാണ്. ഇത് പ്യുവർ മൊഡാളാണ്. ഹാൻഡ് വാഷ് പറ്റത്തില്ല, ഡ്രൈ വാഷേ പാടുള്ളൂ. നല്ല രസമാണ് കൊടുത്താൽ. ബോഡിക്ക് അതിലേറെ കംഫർട്ടാണ്. ഇനി ചിരിക്കൊന്നും വേണ്ട, എനിക്ക് ചിരി കാണുന്നുണ്ട്. ഈ വീഡിയോ എടുക്കുക എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മൾ ഓർക്കുന്നതല്ലേ, നമ്മൾ മനുഷ്യരല്ലേ. നമ്മുടെ മുന്നേ നിൽക്കുന്നവർ എന്താ പറയുന്ന
ആരണ്ടോട് ഗർവിച്ച് വന്നിരിക്കുമ്പോൾ നമുക്കൊരു ഇത് വരത്തില്ല, അത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എന്നിട്ട് ഇപ്പം കിണിച്ച് കാണിക്കുക. ഓ ഹായ് എന്ന രസമല്ലേ നോക്കിക്ക്. ഞാൻ ഈ സാരി എടുത്താലോ? സത്യമായിട്ട് പറയാം, ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു. ചില്ലി റെഡിൻ്റെ ഡാർക്ക് എന്ന് പറയും, മെറൂൺ എന്ന് പറയാൻ പറ്റത്തില്ല, റെഡ് എന്ന് പറയാനും പറ്റത്തില്ല. റെഡേ അല്ല, ഡാർക്ക് ചില്ലി റെഡ് സാരി. വേണ്ട ഓവർ ആക്ടിങ് വേണ്ട. ചേരുന്നെങ്കിലോ നേരത്തെ ആവായിരുന്നല്ലോ. ഇത് ഫുള്ള് ഇങ്ങനെ കേട്ടോ. ഈ സാരി ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്. നമുക്ക് ഇഷ്ടം പോലെ എന്ന് പറയാം, ഇഷ്ടം പോലെ പ്രീ ബുക്കിങ്ങും അല്ലാത്ത ബുക്കിങ്ങും എല്ലാം ഓർഡർ വന്നതാ. പിന്നെ അതിൻ്റെ റീസ്റ്റോക്ക് വന്നപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. സോഫ്റ്റ് ആട്ടോ, ഭയങ്കര സോഫ്റ്റാണ്. ഭയങ്കര ബോഡിയിൽ നല്ല പറ്റിക്കിടക്കും, മണ്ണൊന്നും ഒട്ടും തോന്നത്തില്ല, നല്ല ബോഡി ഷേപ്പ് തോന്നിക്കും. അങ്ങനെയുള്ള സാരിയാണ്. എല്ലാവർക്കും അറിയാമല്ലോ ഈ സാരി. അങ്ങനെ ഒത്തിരി ഒരു ഇതല്ല, പക്ഷെ ഒരു ഭയങ്കര പോപ്പുലാരിറ്റി ആയ അല്ലെങ്കിൽ ഭയങ്കര ആൾക്കാരിൽ നിന്ന് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ടൈപ്പ് സാരിയാണത്. പ്ലെയിൻ സാരി എല്ലാവർക്കും ഇഷ്ടമാണ്. ഇപ്പം ഈ സാരിക്ക് നിങ്ങൾ വന്നിട്ട് നമ്മുടെ റെഡിമെയ്ഡ് ബ്ലൗസ് ഒത്തിരി എണ്ണം കഴിഞ്ഞ ദിവസം പാർട്ടി ബ്ലൗസ് ആയിട്ട് വാങ്ങിച്ചില്ലേ. ഇന്നിപ്പം ഞാൻ എടുത്തേക്കുന്ന ആ ബ്ലൗസ് പോലും ഇല്ല. ആ ബ്ലൗസ് പോലും അതിൻ്റെ കളറുകൾ, ഇതിന് ചേരുന്ന കളറുകൾ ഉണ്ടെങ്കിൽ സൂപ്പറാണ്. പിന്നെ ഞാൻ ചെയ്യട്ടെ, നിറച്ചും വർക്ക് ചെയ്ത ഒരു ബ്ലൗസും ഈ ഒരു സാരിയും കൂടെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒരു 10,000 രൂപയുടെ മതിപ്പ് ഫീൽ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ 10,000 രൂപയൊന്നും ആവുന്നില്ലല്ലോ. ഇത് എത്രയാണ് റേറ്റ്? 2000 അങ്ങനെ ഏതാണ്ട് റേറ്റേ ഉള്ളൂ. റേറ്റ് സ്ക്രീനിൽ ഇപ്പോൾ അവർ ഞാൻ പറയേണ്ട കാര്യമില്ല. ഞാനിത് അവർ കസ്റ്റമർ ഇത് കാണുമ്പോൾ സ്ക്രീനിൽ ഇപ്പോൾ ഇത് കണ്ടു കഴിയുമല്ലോ. ഞാൻ എന്തിനാ പറയുന്നത്? ബുദ്ധി വേണം, ബുദ്ധി. എന്നോട് വിണ്ണട്ടോ. അയ്യോ, ഇതേ വേറൊരു സാരി കയറിയിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക്. അയ്യോ, ആ സാരിയുടെ കൂട്ട് തന്നെ ഒരു സാരിയും കൂടി ഇരിപ്പുണ്ടായിരുന്നേ. ആ സാരിയുടെ കൂട്ട് തന്നെ വേറെ സാരി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ആദ്യത്തെ സാരി മിക്സ് ആയി പോയത് ഞാൻ പറഞ്ഞില്ലേ. കടിച്ചു മോമ്പായം മുളങ്ങിയാൽ 64 എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ? അതായത് ഞാനിപ്പം നമുക്ക് മൂടൊന്നും തെറ്റാൻ പാടില്ല. നമ്മൾ മൂട് തെറ്റിയ ബാക്കി എല്ലാവരും മൂട് തെറ്റുമെന്നുള്ള അവസ്ഥയിലാണ്. അത് കുടുംബത്തിൽ ഞാൻ ഈ സാരി ഉടുത്ത് കാണിച്ച തിരിച്ചാണോ എന്ന് എനിക്ക് ചെറിയ ഡൗട്ടുണ്ട്. ഇത് നല്ല വശം എങ്ങനെ തിരിച്ചറിയുമപ്പാ? അറിയത്തില്ല കേട്ടോ. ഇത് മുമ്പേ കാണിച്ച ആദ്യത്തെ സാരി ഇല്ലേ, അതിൻ്റെ തന്നെ വേറെ കളറാണ് കേട്ടോ, ഡാർക്ക് മെറൂൺ. ഇടയ്ക്ക് കയറി ഇരുന്നത് ഇതാണേ. ബ്ലൗസ് ഇത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞൊട്ടുന്ന വെച്ച് കേൾക്കുന്നുണ്ടോ? ഇങ്ങനെ ഞൊട്ടുന്ന വെച്ച് എന്നെയാ എനിക്കിട്ടുള്ള ഞൊട്ട്. ചിരി വരുന്നില്ല, ചിരിക്കണ്ട. അവിടെ മസിലും പിടിച്ചൊന്നും ആർക്കും എനിക്കൊന്നും പോയില്ല. ഹാൻഡ് പാട്ടിന് കുറെ ചിരിക്കേതാത്ത മനുഷ്യർ. ചിരിക്കാൻ പറ്റുമ്പോഴേക്കും ചിരിക്കുന്ന എന്തിനീ മസിൽ പിടിക്കുന്ന? ആരെ കാണിക്കാൻ മസിൽ പിടിക്കുന്നു? ചിലരുടെ വിചാരം ഉണ്ടല്ലോ, ഓവറായിട്ട് ചിരിച്ചാൽ, ഓവറായിട്ട് വർത്താനം പറഞ്ഞാൽ, നമ്മളൊന്ന് പൊട്ടിച്ചിരിച്ചാലൊക്കെ മെച്യൂരിറ്റി അങ്ങ് ഇടിയും ഒക്കെ താഴെ പോകുന്ന. മെച്യൂരിറ്റി അതിലൊന്നും അല്ല ഇരിക്കുന്നത്. മെച്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ കാര്യങ്ങളെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെ ഇരിക്കുന്നു, അതാണ് ഇപ്പം മെച്യൂരിറ്റി. പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, മനസ്സിലായോ? ഞാനിതെല്ലാം പറയുന്നത് ഇവിടെ നിൽക്കുന്ന സാധനങ്ങളോടാട്ടോ. അല്ലാതെ കസ്റ്റമേഴ്സ് ഓർക്കരുത് ഈ വിദ്യ എന്തൊക്കെ മിനി പറയുന്നതെന്ന് ശ്രദ്ധിക്കരുത്, ഓർക്കരുത് കേട്ടോ. ചില അമ്മമാരൊക്കെ ഉണ്ട്, നമുക്ക് ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ കാണുന്ന അമ്മമാർ ഒത്തിരി പേരുണ്ട്. എന്നു വെച്ചാൽ അവർക്ക് അത്ര ഇപ്പോഴത്തെ ന്യൂജൻ്റെ വാക്കുകളോ ഇപ്പം എന്നാ പറയുന്നത്, തള്ളിമറിച്ചു അല്ലെങ്കിൽ പൊളിയ ഇങ്ങനെയൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്നും അറിയത്തില്ല. അവർക്ക് ഇത് എന്തോ പറയുന്നത്, തള്ളിമറിച്ചു, നമ്മൾ പണ്ടത്തെ കാലത്ത് പറയും പൊളിയാന്ന് പറഞ്ഞാൽ കൊള്ളത്തില്ല എന്നല്ലേ. ഇപ്പോൾ പൊളിയാന്ന് പറഞ്ഞാൽ വേറെ അർത്ഥം, പൊളിയാ. അപ്പം അങ്ങനത്തെ വാക്കുകൾ പറയുമ്പോൾ അവർക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ട്. അതെനിക്ക് നന്നായിട്ട് അറിയാവേ. എൻ്റെ പ്രേക്ഷകരെ അമ്മമാരെ ഞാൻ ഭയങ്കരമായിട്ട് എന്നാ പറയുന്നത്, ഒത്തിരി പേരുള്ളത് കൊണ്ടും അവരിത് കാണുന്നത് കൊണ്ടും ഞാൻ അതിൻ്റെ അർത്ഥം വിശദീകരിക്കുന്ന കേട്ടോ. ഇവിടെയുള്ളവരോടാണ് പറയുന്നത്. ഇവിടെയുള്ള ഭയങ്കര ന്യൂജനല്ല, അടുത്ത നൂറ്റാണ്ടിൽ ജീവിക്കാനിരിക്കുന്നവരാ. നല്ല രസമല്ലേ, കണ്ടോ? ഇതേ നല്ല സെമി സിൽക്ക് സാരിയാണ്. ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ വരും. ബ്ലൗസ് സെപ്പറേറ്റ് ആണ്. ഇതിനൊക്കെ ഞങ്ങൾക്ക് ഷോപ്പിൽ ഇഷ്ടം പോലെ
ഇതുപോലെ ഓർഡർ, നല്ല സോഫ്റ്റ് സിൽക്കാണ് ഇത്, ബനാറസി സിൽക്കാണ്. പിന്നെ കളേഴ്സ് മുഴുവൻ തീർന്നു. ഈ ഒത്തിരി കളേഴ്സ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ബാംഗ്ലൂരിലെ കളക്ഷൻ വന്നപ്പോൾ വന്ന കൂട്ടത്തിലുള്ളതായിട്ടല്ല. ഞാനത് കാണിക്കാന്നൊക്കെ പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കും. എൻ്റെ കാര്യത്തിന് അത് കാണിച്ചൊക്കെ വരുമ്പോൾ അത് തീരും. നല്ല രസമല്ലേ? ആ ഒരു കലങ്കാരി മോഡൽ പ്രിന്റും കോൺട്രാസ്റ്റ് ബോർഡറും. ഇതിപ്പോൾ വന്നിട്ട് ബ്രിക്ക് റെഡ് പറയുമോ, മെറൂണോ ബ്രിക്ക് റെഡോ ഒക്കെ കളർ. മറ്റേത് മസ്റ്റാർഡ് യെല്ലോയുടെ ഒരു ഷെയ്ഡ്. നമ്മുടെ ബോഡി ഇങ്ങനെ ബ്ലൂ, ബ്ലൗസ് ഇങ്ങനെ വരും. നല്ല സോഫ്റ്റാണ്, നമ്മുടെ ബോഡിക്ക് നല്ല കംഫർട്ടാണ്. അങ്ങനെയുള്ള കുറേ ഗുണങ്ങളുണ്ട്. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഈ പണ്ടാരാണ്ട് പറഞ്ഞ പോലെ എനിക്ക് ഇങ്ങനെ ഈ ഉള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം ശരിക്കും ഇച്ചിരി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള കുറേ ഇല്ലെന്ന് ശരിയാച്ചു. ഒരു ബിസിനസ്സൊക്കെ നടത്തുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങൾ അത്രേ ഉള്ളൂ. പിന്നെ വലിയ ആനയായിട്ട് കാണേണ്ട കാര്യങ്ങളൊന്നുമില്ല. അതും എനിക്കറിയാം. എൻ്റെ അപ്പനല്ലേ ഉള്ളത്, എന്ത് നടത്തി തരാൻ കെൽപ്പുള്ള ഈ ലോകത്തെ ജയിച്ച ഒരു അപ്പനുള്ളപ്പോൾ അപ്പൻ്റെ മോളായിട്ടിരിക്കുന്നത്. ഞാൻ എന്തിനാ പേടിക്കുന്നത്, എന്തിനാ ഭയപ്പെടുന്നത്, എല്ലാം നടത്തിക്കോളും. പക്ഷേ ജന്മം മനുഷ്യൻ്റേതായതുകൊണ്ട് മനുഷ്യ സഹജമായ ചില ആശങ്കകളും ആങ്സൈറ്റീസും ഒക്കെ നമുക്കുണ്ടാവും. അപ്പോൾ ആ ഒരു സമയം, ആ ഒരു കുറച്ച് മൊമെൻറ്റിലേക്ക് നമ്മൾ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ നല്ലതായിട്ടൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. എൻ്റെ അപ്പ എനിക്ക് ഇന്ന പ്രശ്നങ്ങളാണ്, അപ്പം ഞങ്ങൾ ഏറ്റെടുക്കുക, എനിക്കറിയത്തില്ല എന്നാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീർന്നു നമ്മുടെ പ്രശ്നം. പക്ഷെ ആ ഒരു കുറച്ച് മൊമെൻറ്റിലേക്ക് നമ്മൾ ഇച്ചിരി ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. എന്ന് പറഞ്ഞ പോലെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത്രയേ ഉള്ളൂ. അങ്ങോട്ട് ഏൽപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആയി, പിന്നെ അവിടെ നടത്തിക്കോളും. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്, ഞാൻ ചുമ്മാ പറയുന്നതല്ല. ഞാൻ എപ്പോഴും ഞങ്ങളുടെ ഷോപ്പിൽ രാവിലെ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രതിജ്ഞ ചൊല്ലുന്ന പോലെ ഒരിതുണ്ട്. അപ്പം ദൈവനാമത്തിൽ ഉള്ള ഒരു ഇതാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് പറയും, ഈ കടയുടെ ഉടമസ്ഥനും നാഥനും നായകനും യജമാനനും ദൈവമാണ് എന്ന് പറയുന്നു. പല മതത്തിൽപ്പെട്ട ആൾക്കാരുള്ളതുകൊണ്ട് നമ്മളത് പേരൊന്നും പറയാതെ ദൈവമാണ് അന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ ആരാണ്? ഞാൻ വെറും നടത്തിപ്പുകാരി മാത്രം. പിന്നെ ഞാൻ എന്തിനാണ് പേടിക്കുന്നത്? അല്ലേ? അങ്ങനെയല്ലേ? അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.